നാശം അടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ നീ ഞങ്ങളോട് ചെയ്തപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഈ 137 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് ആരാ ചെയ്തേ? സൈറസിനെ ദൈവം വിളിച്ചത് ഈ സംഭവം നടക്കുന്നതിന് 150 വർഷം മുമ്പാണ്. 150ഓളം വർഷം മുമ്പ് യെശയ്യാവ് തൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചു, യഹോവ തൻ്റെ അഭിഷക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. കോരശ് ആരാന്നറിയാവോ? മേദ്യ പാർസി രാജ്യങ്ങളുടെ കിങ് ആയിരുന്നു. ആ കിങ് അവന് ജനതകളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിക്കേണ്ടതിനും കതകുകൾ അവന് വേണ്ടി തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ദൈവം അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുകയാണ്. ഈസ് എ കിങ്. ഏത് കിങ്ങാണ്? വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന രാജ്യത്തെ കിങ്ങാണ്. ഇവൻ ഇസ്രായേലിലെ രാജാവല്ല. ഈ കോരശ് എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന രാജ്യത്തിലെ രാജാവിനെയാണ് ദൈവം കൈപിടിച്ചത്. ഇത് എന്നെഴുതി വെച്ചു? കോരശ് എന്നുള്ള പേര് ആരെഴുതി വെച്ചു? ദൈവം എഴുതി വെച്ചു. അതാണ് പ്രോഫസി എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ 150 വർഷം മുമ്പ് അദ്ദേഹം എഴുതി വെച്ചു, കോരശ് യഹോവയുടെ അഭിഷേകം. ആ പേര് തന്നെയാണ് സൈറസ്, ഇംഗ്ലീഷിൽ സൈറസ്. ആ കോരശ് എന്ന പേര് 150 വർഷം മുമ്പ് ദൈവം വിളിച്ച പേരാണ്. അവനെയാണ് ദൈവം ഉപയോഗിച്ചത്. ഞാനീ പറഞ്ഞു വരുന്നത്, ജനങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ 137 സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ കരച്ചിലാണ് കേൾക്കുന്നത്. അതായത് ജനങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, കർത്താവേ ഞങ്ങളെ ഈ സാഹചര്യത്തിൽ നിന്ന് ആര് വിടുവിക്കും? ഒരു പാട്ടുപാടാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരത്തിരുന്നാണ് പാടുന്നത്. ബാബേലിലുള്ള നദി എന്ന് പറയുന്നത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയാണ്. അതിൻ്റെ തീരത്ത് ഇപ്പോൾ ഇറാഖ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഇരുന്ന് ഇവർ കരഞ്ഞു പറയുകയാണ്, ഞങ്ങളെങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോലും ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ഇതിൽ നിന്ന് ആര് ഞങ്ങളെ വിടുവിക്കും? അവിടെയാണ് ദൈവത്തിൻ്റെ കരം ഉയർന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം ഉപയോഗിച്ചത് ഇവിടെ നാം വായിക്കുന്നു, 150 വർഷം മുമ്പ് ദൈവം പേർ ചൊല്ലി വിളിച്ച സൈറസ്, യഹോവ തൻ്റെ അഭിഷക്തൻ എന്നാണ് അവനെ വിളിക്കുന്നത്. വേറെ അഭിഷക്തന്മാരില്ല. അന്യരാജ്യത്തെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന രാജ്യത്തെ സൈറസിനെ ദൈവം വിളിക്കുന്നു എൻ്റെ അഭിഷക്തൻ. ദ അനോയിറ്റഡ് പേഴ്സൺ. സൈറസ് ഈസ് ആൻ അനോയിറ്റഡ് പേഴ്സൺ. യു ആർ മൈ അനോയിറ്റഡ് പേഴ്സൺ. പിന്നീട് പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ബാബിലോണിലേക്ക് കടക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. വെള്ളത്താൽ ചുറ്റപ്പെട്ട വലിയൊരു പട്ടണം, വലിയ വലിയ സുരക്ഷയുള്ള ആ പട്ടണത്തിൽ എങ്ങനെ സൈറസ് കയറി എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ പ്രവർത്തിച്ചത് ദൈവമാണ്. ദൈവം അവിടെ പ്രവർത്തിച്ച്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങൾ നിരപ്പാക്കും. നിൻ്റെ മുമ്പിൽ എല്ലാ തടസ്സങ്ങളെയും ദൈവം മാറ്റിക്കളയും. 2, താമ്രവാതിലുകൾ തകർത്ത്, വളരെ ശക്തമായ താമ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? പിച്ചള അല്ലേ? ഓട്ടുവാതിലുകൾ അല്ലേ? ഓടിൻ്റെ ആ വാതിലുകളെ ഞാൻ തകർക്കും, ഇരുമ്പ് ഓടാമ്പലുകൾ ഖണ്ഡിച്ചു കളയും. ഇത് ദൈവമാണ് ചെയ്തത്. അവിടെ ദൈവം തന്നെ വാതിലുകൾ, ഓടാമ്പലുകൾ തകർത്ത് അങ്ങനെ സൈറസിനെ അതിനകത്തേക്ക് കയറ്റി. പിന്നെ എഴുതിയിരിക്കുന്നത്, ഞാൻ യഹോവ ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധികളും തരും. എന്താണെന്നറിയാവോ അത്? യെരുശലേം ദേവാലയത്തിൽ നിന്ന് നെബൂഖദ്നേസർ രാജാവ് കൊള്ളയടിച്ചു കൊണ്ടുപോയ മുഴുവൻ സാധനങ്ങളും, സ്വർണം, വെള്ളി, പാത്രങ്ങൾ, ആഭരണങ്ങൾ എന്ന് വേണ്ട സകലതും, അതേപ്പറ്റിയെല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എത്ര സ്വർണ്ണ പ്ലേറ്റ് ഉണ്ടായിരുന്നു, എത്ര വെള്ളി നാണയങ്ങളുണ്ടായിരുന്നു, എത്ര സ്വർണത്തിൻ്റെ കോയിനുണ്ടായിരുന്നു, ഇതെല്ലാം എണ്ണിത്തിട്ടപ്പെടുത്തിയാണ് അവിടെ കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എന്തിനാണ് ഈ ഭാഗം വായിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ, നമ്മളെ ഓരോരുത്തരെ പറ്റിയും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു ദേശത്ത് ജനിച്ച ഈ സൈറസിനെ ദൈവം 150 വർഷം മുമ്പ് അവൻ്റെ പേര് എഴുതി വച്ചു. ആ പേർ തന്നെയാണ് അവൻ്റെ മാതാപിതാക്കൾ അവനിട്ടത്. ആ സൈറസ് ഈ പ്രവചനം വായിച്ചു. ഈ പ്രവചനം സൈറസ് വായിച്ചു. നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അറിയാം, അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇതെല്ലാം അവൻ നടപ്പിലാക്കി. നാം അറിയേണ്ട ഒരു കാര്യം,
എന്താണ് ഈ ക്ലോസ്ഡ് ഡോർ? നമ്മുടെ ജീവിതത്തിൽ താമ്ര കതകുകളില്ലേ? എന്താണ് താമ്ര കതകുകൾ? ക്ലോസ്ഡ് ഡോർ എന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ മുമ്പിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ എഴുതി വച്ചിരിക്കുന്ന 2-3 പോയിൻ്റ് എനിക്ക് ദൈവം തന്ന ചിന്തയിൽ നിന്ന്. നമുക്ക് ജോലി എന്നുള്ളത് നമ്മുടെ മുമ്പിൽ പലപ്പോഴും അടയ്ക്കപ്പെട്ട ഒരു വാതിലാണ്. ചിലർക്ക് കറക്റ്റായിട്ട് ജോലി ലഭിക്കാറില്ല. ദാറ്റ്സ് എ ക്ലോസ്ഡ് താമ്ര ഡോറുകളാണ്. ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് ഈസ് എ ക്ലോസ്ഡ് ഡോർ. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ക്ലോസ്ഡ് ഡോറാണ്. ആ ഡോർ ഞാൻ തുറക്കും. മിനിസ്ട്രി ചെയ്യാൻ സാധിക്കാതെ വരിക, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ വരുന്നത് ഒരു അടഞ്ഞ ഡോറാണ്. മിനിസ്ട്രി എന്താണ്? ദൈവവേല ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത് ഒരു ക്ലോസ്ഡ് ഡോറാണ്. പ്രാർത്ഥിക്കാൻ പറ്റാണ്ടിരുന്നാൽ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലേ? നിങ്ങളുടെ മുമ്പിൽ ഒരു വാതിൽ അടഞ്ഞിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, അപ്രകാരം തന്നെ ഒരു ഹീലിംഗ്, ഒരു സൗഖ്യം, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന വാതിലാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്ന്, ജോലി ലഭിക്കാതിരിക്കുന്നതായ ഒരു വാതിൽ. ആ വാതിൽ നമ്മുടെ മുമ്പിൽ അടഞ്ഞിരിക്കുന്നു. ദാറ്റ്സ് എ ജോബ്. സെക്കൻഡ്, ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് നമ്മുടെ അടുത്ത് അടഞ്ഞിരിക്കുന്നു. 3, മിനിസ്ട്രി, ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനം, ദൈവവേല, അത് സാധിക്കാത്ത ഒരവസ്ഥ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ. വെരി ഡിഫിക്കൽട്ട് ടു പ്രേ, അത് അനദർ ഒരു ഡോറാണ്. മറ്റൊന്ന് സൗഖ്യം, ഹീലിംഗ് നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ ഇവിടെ ദൈവവചനം എന്താ പറയുന്നത്? ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങൾ നിരപ്പാക്കുകയും താമ്രവാതിലുകൾ തകർക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്യും? ഇതെല്ലാം തകർത്ത് കളയും. ഈ താമ്രവാതിലുകൾ, നമ്മുടെ മുമ്പിലുള്ള ഈ താമ്രവാതിലുകൾ, അതായത് ദൈവവേല ചെയ്യാതിരിക്കാനുള്ള തടസ്സം, നമ്മുടെ മുമ്പിലുള്ളതായ ജോലി ലഭിക്കാതെയുള്ള തടസ്സം, നമ്മുടെ മുമ്പിൽ പ്രാർത്ഥിക്കാനുള്ള തടസ്സം, നമ്മുടെ മുമ്പിൽ സൗഖ്യമാകുവാനുള്ള തടസ്സം, ഈ തടസ്സമെല്ലാം ദൈവം പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി പോയി ഇവയെല്ലാം തകർത്ത് കളയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന വാതിലുകളുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവം ഈ വാതിലുകളെ തകർത്ത് കളയും. ഈ വാതിലുകളെ തകർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇപ്പോൾ ഇവിടെ നമ്മൾ കേട്ട ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ള താമ്രവാതിലുകളാണ്. ഈ താമ്രവാതിലുകളെ തകർക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. അത് നമ്മൾ വിശ്വസിക്കണം. ഡു യു ബിലീവ്? ദൈവത്തിന് ഇത് തകർക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ 1, 2, 3, 4, 5 വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന് മാറ്റുവാൻ കഴിയും. നിങ്ങളുടെ മുമ്പിലുള്ള താമ്രവാതിലുകളെ തകർക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവം പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങൾ നിരപ്പാക്കുകയും താമ്രവാതിലുകൾ തകർക്കുകയും ചെയ്യും. ഇരുമ്പോടാമ്പലുകൾ ഖണ്ഡിച്ചു കളയും. എന്താണ് ഇരുമ്പോടാമ്പലുകൾ? ഇരുമ്പോടാമ്പലുകൾ എന്ന് പറഞ്ഞത് പ്രിസൺ. ഈ പ്രസൻ്റെ മുമ്പിലുള്ളതാണ് ഇരുമ്പ് ഓടാമ്പലുകൾ. പ്രിസൺ, ജയിൽ. എന്താണ് ജയിൽ എന്ന് പറഞ്ഞാൽ അവിടെ? വാട്ട് ഈസ് ജയിൽ മീൻസ്? ദൈവം ഇവിടെ എന്താണ് ജയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഫിയർ, നിങ്ങൾക്കുള്ള പേടിയാണ്. ഒന്ന് ജയില്. ജയിലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേടി, ഭയം, അതൊരു ജയിലാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഭയം ഒരു ജയിലാണെന്ന്? ജയിലിൽ കിടക്കുന്നവർക്ക് ഭയമുണ്ട്, ഉണ്ടോ? നിങ്ങൾ ജയിലിലാണ് എന്ന് പറഞ്ഞാൽ ഭയം ഒരു ജയിലാണ്. ഭയം ഒരു ജയിലാണ്. അഡിക്ഷൻ, നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ അഡിക്ഷനിലാണോ? മദ്യം, മയക്കുമരുന്ന്, വസ്ത്രം, അത് മാത്രമല്ല ഭക്ഷണം, പണത്തോടുള്ള ആർത്തി, അല്ലെങ്കിൽ സിനിമ, അല്ലെങ്കിൽ റീൽസ് കാണുക, മൊബൈൽ. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഏതാണ്? മൊബൈൽ. നിങ്ങൾ മൊബൈലിന് അഡിക്റ്റ് ആണോ? അത് നിങ്ങളൊരു ജയിലിലാണ്. യു ആർ ഇൻ പ്രിസൺ. നിങ്ങൾ മൊബൈലിന് അടിമയാണെങ്കിൽ നിങ്ങളൊരു പ്രിസണിലാണ്. അത് ആർക്ക് ഭേദിക്കാൻ പറ്റും? ദൈവം പറയുന്നു, നിങ്ങളുടെ ഇരുമ്പ് ഓടാമ്പലുകൾ ഖണ്ഡിച്ച് കളയും. ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. കർത്താവിന് അത് ഖണ്ഡിച്ച് കളയാൻ പറ്റും. ഒന്ന്. അടുത്തത് ഡിപ്രഷൻ. ഡിപ്രഷൻ എന്താണ്?
ആ വചനം ഒന്നുകൂടെ വായിച്ച സിസ്റ്ററെ. എല്ലാവരും അകത്തേക്ക് കയറട്ടെ. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന ദുർഗണങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകൾ തകർത്ത് ഇരുമ്പ് ഓടാമ്പലുകളെ ഖണ്ഡിക്കുകയും ചെയ്യും. ആമീൻ. അത്ര മതി. എന്താണ് ഈ താമ്ര കഥകളും ഇരുമ്പ് ഓടാമ്പലുകളും നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് ഞാൻ ഈ പറഞ്ഞു വരുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ ക്ലോസ്ഡ് ഡോർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. ഇനിയുള്ളത് ഈ ഇരുമ്പ് ഓടാമ്പലുകളാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, ഇരുമ്പ് ഓടാമ്പലുകൾ ഖണ്ഡിച്ച് കളയും. ദൈവത്തിന് അതിനെ തകർക്കുവാൻ സാധിക്കും. എന്തൊക്കെയാണത്? 1 ഭയം, ഫിയർ. 2 അഡിക്ഷൻ, അത് 2 ഞാൻ പറഞ്ഞു. 3 ഡിപ്രഷൻ. ഡിപ്രഷൻ്റെ മലയാളം തന്നെ പറയുന്നത് നിരാശ. എപ്പോഴും ഒരു നിരാശയുടെ ഭാവം. അത് മാറ്റുവാൻ ആർക്കേ കഴിയൂ? ദൈവസന്നിധിയിൽ കൊടുത്താൽ അതൊരു ഇരുമ്പ് ഓടാമ്പലാണ്. അതിനെ തകർക്കുവാൻ ദൈവത്തിന് കഴിയും. അടുത്തത് ബോണ്ടേജ്. ബോണ്ടേജ് അതെന്താണ്? ബന്ധനം, പൈശാചിക ബന്ധനം. ചിലർ കണ്ടിട്ടില്ലേ, ചില പ്രത്യേക പൂജകൾ, ചില പ്രത്യേക ആരാധനകൾ, അതിലൊക്കെ നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കും. നമുക്ക് കർത്താവ് എന്നാ പറഞ്ഞത്? ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു, ഞാൻ സ്വാതന്ത്ര്യം തന്നു എന്നാണ് യേശു പറഞ്ഞത്. ഇപ്പോഴും നിങ്ങൾ അടിമനുഖത്തിൻ്റെ ഇടയിൽ പെട്ടുപോകരുത്. ഒരിക്കൽ യേശുവിനെയും കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തികൾ ആ ബോണ്ടേജിൽ നിന്ന് മാറിപ്പോകരുത്. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങൾക്ക് പ്രൊട്ടക്ഷനായി തന്നിരിക്കുന്നതാണ്. നാം അതിൽ നിന്ന്, ബോണ്ടേജിൽ നിന്ന് പുറത്തു കിടക്കണം. ഒരു കാരണവശാലും ഒരു ബോണ്ടേജിലും പെട്ടുപോകരുത്. ദൈവം നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ബോണ്ടേജിൽ പെട്ടാൽ കർത്താവ് ആ ഇരുമ്പോടാമ്പലുകളെ തകർക്കും. അത് ഖണ്ഡിച്ച് കളയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ ഓർത്ത് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഇത്രയും ബോണ്ടേജുകളുണ്ട്. നമ്മളറിയണത് സൈറസിനെ ദൈവം ഉപയോഗിച്ചു. ഇതെല്ലാം തകർത്ത് ഈ സൈറസ് ബാബിലോൺ കൊട്ടാരത്തിൽ കയറി. അവിടെ അദ്ദേഹം യുദ്ധം ചെയ്തല്ല, ബാബിലോണിയ കോട്ടയ്ക്കകത്ത് കയറിയത്. ദൈവം അതെല്ലാം തുറന്നിട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. കർത്താവാണ് അവിടെയുള്ള ബോണ്ടേജുകൾ, താമ്ര കഥകൾ, ഇരുമ്പ് ഓടാമ്പലുകളെല്ലാം തകർത്ത് അവിടുത്തെ ജനങ്ങൾ തന്നെ വാതിൽ തുറന്ന് അവരെ സ്വീകരിക്കുകയോ ചെയ്തത്. ഹല്ലേലൂയ. അതാണ് ഇവിടെ ദൈവം എഴുതിയിരിക്കുന്നത്. 150 വർഷം മുമ്പ് യെശയ്യാവ് പ്രവചിച്ചതാണ്, സൈറസേ, നിന്നെ ഞാൻ ഇതിനു വേണ്ടി അനോയിറ്റ് ചെയ്തിരിക്കുന്നുവെന്ന്. നമ്മളെ ഓരോരുത്തരെയും പറ്റി ദൈവം ഒരു പ്ലാനുണ്ട്. ദാറ്റ്സ് എ ഗോഡ്സ് പ്ലാൻ. ആ പ്ലാനിലേക്കാണ് നാം പോകേണ്ടത്. അത് നാം തിരിച്ചറിയുമ്പോൾ ഇന്ന് ഈ തളർന്നിരിക്കുന്ന അവസ്ഥകൾ ദൈവം മാറ്റും. ഇന്നത്തെ അവസ്ഥകൾ ദൈവം മാറ്റും. ഏത് സിറ്റുവേഷനെയും മാറ്റുവാൻ ദൈവത്തിന് കഴിവുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഈ ബാബിലോണിനെ പറ്റി നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ യെശയ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ യെശയ്യാവ് പറയുന്നുണ്ട്, ഈ ബാബിലോൺ നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ബാബിലോണിനെ പറ്റി എന്താണ് യെശയ്യാവ് പറഞ്ഞത്? അത് ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. ഇന്ന് ബാബിലോൺ, ഇറാഖിൻ്റെ അവസ്ഥ, അതിങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ബാബിലോണിനെ പറ്റി അന്ന് പ്രവചിച്ചത്. യെശയ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ ദൈവം സോദോമിനെയും ഗോമോറയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. അതിൽ ഒരു നാളും കുടിപ്പാർക്കുണ്ടാകുകയില്ല. തലമുറ തലമുറയോളം അതിലാരും വസിക്കുകയുമില്ല. അറബിക്കാരൻ അവിടെ കൂടാരമടിക്കുകയില്ല. ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല. മരുമൃഗങ്ങൾ അവിടെ കിടക്കും. അവരുടെ വീടുകൾ മൂങ്ങാനെറിയും. ഒട്ടകപ്പക്ഷികൾ അവിടെ പാർക്കും. ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. അവരുടെ അരമനകളിൽ ചെന്നായ്ക്കളും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയിടും. അതിൻ്റെ സമയം അടുത്തിരിക്കുന്നു. അതിൻ്റെ കാലം ദീർഘിച്ചു പോവുകയുമില്ല. ഇപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് യെശയ്യാവ് പ്രവചിച്ചതാണ്. ഏത്? ബാബിലോണിൻ്റെ അവസ്ഥ ഇതാണെന്ന്. നമ്മളിത് അറിയണമെങ്കിൽ, ഞാനിപ്പോൾ ഒരു പ്രമുഖ ആർക്കിയോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജോയൽ പി ക്രാമർ എന്നാണ്. ജോയൽ പി ക്രാമർ. അദ്ദേഹത്തിൻ്റെ ആ ആർക്കിയോളജി പുസ്തകം വായിക്കുമ്പോൾ ഇന്ന് അദ്ദേഹം അവിടെ പോയി ഈ ആഴ്ച 1 വർഷം മുമ്പെടുത്ത വീഡിയോസ് നമുക്ക് കാണാം. പഠന രേഖ. അവിടെ ഇപ്പോൾ കുറുനരികളും മൂങ്ങയും ഒട്ടകപ്പക്ഷിയും ഉള്ള സ്ഥലങ്ങളാണ്. കൽക്കൂമ്പാരങ്ങളാണ് മൊത്തം.
കൽക്കൂമ്പാരങ്ങൾ മാത്രമാണ് ആ സ്ഥലത്ത്. ഒരു മനുഷ്യൻ അവിടെ താമസിക്കുന്നില്ല. കിലോമീറ്ററുകളോളം സ്ഥലം ഇന്ന് അങ്ങനെ കിടക്കുകയാണ്. ഇന്ന് ഈ പ്രോഫസി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് എഫെസ്യ ലേഖനം 2-ാം അധ്യായം 4-8 വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എഫെസ്യ ലേഖനം 4:8. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങൾ അറിഞ്ഞുമിരിക്കെ. 2 എഫെസ്യ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഇതെന്തിനാണ് വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും ചെയ്തു, നമ്മളോട് സ്നേഹമുള്ള ദൈവം. ഇതെല്ലാം പഠിച്ചത് എന്തിനാണെന്നറിയാമോ? ഇതെല്ലാം നമ്മൾ പഠിച്ചത് സൈറസിനെ പറ്റിയും യാക്കോബിനെ പറ്റിയും ജബ്ബേസിനെ പറ്റിയും നമ്മൾ പഠിച്ചു. ഈ 3 പേരും ബൈബിളിലെ പ്രധാന വ്യക്തികളാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ ഉയർത്തുന്നത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഈ വചനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. നമ്മൾ വായിക്കേണ്ടത് 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കാം. 2-ാം അധ്യായം വാക്യം 4 മുതൽ 8 വരെ. കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ എത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാര്യങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലയോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം തന്നെയാകുന്നു. ഇവിടെ ഞാൻ ഈ ഭാഗം വായിക്കാൻ കാരണം, ദൈവം ഇന്ന് നമുക്ക്, അന്ന് ദൈവം യബ്ബേസിനോട് എന്ത് ചെയ്തു, യാക്കോബിനെ എന്ത് ചെയ്തു, സൈറസിനെ എങ്ങനെ ഉപയോഗിച്ചു, ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന നമുക്കെന്താണ് ദൈവം ചെയ്തത് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഇത് വിശ്വസിക്കണം. കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൃപയാൽ ഇൻ ദ ഗ്രേസ് ഓഫ് ലോർഡ് ജീസസ്, അത് മുഖേനയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സിറ്റുവേഷൻ ഇതാണ്. ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചതിനായി നന്ദി കർത്താവേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ദൈവവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഞങ്ങളെ പലരും പല പേരും ചൊല്ലി വിളിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഞങ്ങളുടെ അവസാനമല്ല. ദൈവം ഞങ്ങളെ എന്താണോ ഞങ്ങളെപ്പറ്റി ഉദ്ദേശിക്കുന്ന പ്ലാൻ, അതാണ് നടപ്പിലാകുന്നതെന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ. ദൈവമേ, അവിടുത്തെ സ്നേഹത്തെ ഞങ്ങൾ ഓർത്ത് നന്ദി പറയുകയാണ്. ഞങ്ങൾ ഓരോരുത്തരെയും പറ്റിയുള്ള പദ്ധതികൾ, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവെ ഞങ്ങളോട് കൂടെ നിന്ന് ആ കർത്താവെ യബ്ബേസിനോടും യാക്കോബിനോടും അപ്രകാരം കോരസിനോടും കൂടെ ദൈവം ഇരുന്നത് പോലെ ഇന്ന് നാം ഓരോരുത്തരുടെയും കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, അതിനാണല്ലോ നാം ഇപ്പോഴും ആയിരിക്കുന്നത്. അതോർത്ത് ഞങ്ങൾ അങ്ങനെ സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവെ, ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി. ഈ ജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അടിയനെയും താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.